JP Astro Life-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഇടവമാസ ഫലമാണ്. ഇടവമാസ ഫലം എന്ന് പറയുമ്പോൾ കന്നിക്കൂറുകാരായ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ മുക്കാൽ, അതായത് 2, 3, 4 പാദങ്ങളും, അത്തത്തിൻ്റെ 4 പാദവും, ചിത്തിരയുടെ ആദ്യത്തെ 2 പാദം, അതായത് 1, 2 പാദങ്ങളും ചേരുന്നതാണ് കന്നിക്കൂർ. മെയ് ജൂൺ മാസങ്ങൾ പൊതുവെ മാറ്റത്തിൻ്റെ മാസമായിരിക്കും എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ആ മാറ്റം നമ്മുടെ രാജ്യത്തും ലോകത്തും ഒക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യാഴം ഉൾപ്പെടെയുള്ള 6 ഗ്രഹങ്ങൾ രാശി മാറുന്ന ഒരു മാസമെന്ന് വേണമെങ്കിൽ നോക്കും. വ്യാഴം മെയ് 14-ാം തീയതി രാത്രി 10 മണി കഴിഞ്ഞാണ് രാശി മാറുന്നത്. പിറ്റേ ദിവസം സൂര്യോദയം എന്ന് പറയുന്നത് ഇടവമാസം ആരംഭിക്കുന്ന ദിവസവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യാഴത്തിൻ്റെ രാശിമാറ്റവും അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കും. അതുപോലെ മെയ് 18-ാം തീയതിയാണ് രാഹുകേതുക്കൾ രാശി മാറുന്നത്. മെയ് 23-ന് മേടത്തിൽ നിന്ന് ഇടവത്തിലേക്കും, ജൂൺ 6-ാം തീയതി ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്കും ബുധൻ രാശി മാറും. മെയ് 31-ന് ശുക്രൻ ഉച്ചരാശിയായ മീനത്തിൽ നിന്നും മേടൻ രാശിയിലേക്ക് രാശി മാറും. ജൂൺ 7-ാം തീയതി ചൊവ്വ കർക്കിടകൻ രാശിയായ ചൊവ്വയുടെ നീചരാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുകയും ചെയ്യും. അങ്ങനെ വ്യാഴം, ശുക്രൻ, ചൊവ്വ, ബുധൻ, രാഹുകേതുക്കൾ ഇത്രയും ഗ്രഹങ്ങൾ ഒരു ചെറിയ കാലയളവിനുള്ളിൽ രാശി മാറുക എന്നത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് മെയ് മാസവും ജൂൺ മാസവും ഒക്കെ നമ്മുടെ ലോകത്തും രാജ്യത്തും ഓരോരോ വ്യക്തികളിലുമൊക്കെ മാറ്റത്തിൻ്റെ ഒരു സൂചന നൽകും എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഈ രാശിമാറ്റം പൊതുവെ ഓരോ വ്യക്തിയിലും സമൂഹത്തിലും അതിൻ്റേതായ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. വിദ്യയുടെയും അറിവിൻ്റെയും ഗ്രഹമാണ്. അതുപോലെ യുവതീ യുവാക്കളെയും ബന്ധുജനങ്ങളെയും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ബുധൻ. നീചരാശിയിൽ ബുധൻ നിന്നപ്പോൾ യുവതീ യുവാക്കളുടെ കാര്യത്തിലും അതുപോലെ തന്നെ അവരുടെ പഠന വിഷയത്തിലും അവരുടെ ആ ഒരു രീതി, സംസാരമായാലും അവരുടെ പ്രവർത്തികളായാലും അവരുടെ ചിന്തകളായാലും എല്ലാം തന്നെ വളരെ മോശമായ ഒരവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് രാഹുവിൻ്റെ സ്ഥിതി കൂടി വന്നതുകൊണ്ട് അത് ഒരു വലിയ വിഷയം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയും അതനുസരിച്ചിപ്പോൾ ലഹരി ഉപയോഗത്തിനെതിരായ ഒരു ക്യാമ്പയിൻ തന്നെ നടക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ മോശമായ ഫലം ലഭിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് ഒരു ചെറിയ മാറ്റം വന്ന് ഇപ്പോൾ മേടൻ രാശിയിലാണ്. അപ്പോൾ മേടൻ രാശിയിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ രാശിയാണ്. ആ ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണം എന്നൊരു വാശി അവർക്ക് വരും. കാരണം പോരാട്ടത്തിൻ്റെ സൂചനയാണല്ലോ ചൊവ്വ നൽകുന്നത്. അറിവിൻ്റെ ഗ്രഹമാണല്ലോ ബുധൻ, ചിന്തയുടെയും ബുദ്ധിയുടെയും അറിവിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം. അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രഹം പോരാട്ടത്തിൻ്റെ രാശിയും നീചരാശിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ വീട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഏത് കാര്യത്തെയും വിമർശിക്കുന്ന ഒരു കാര്യവും അതുപോലെ തന്നെ വാശിയും വൈരാഗ്യവും മൂലം അവരുടെ ഭാഗങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ മേടൻ രാശിയിലെ ബുധൻ കാണിക്കുന്നത്. എന്നാൽ മേടൻ രാശിയിൽ നിന്ന് മെയ് 23-ന് അത് ഇടവൻ രാശിയിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ ബുധൻ ബന്ധുരാശിയിലേക്ക് മാറുന്നത്. അപ്പോൾ ബന്ധുവായ ശുക്രൻ്റെ രാശിയിലേക്ക് ബുധൻ മാറുമ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം സുഹൃത്തുക്കൾക്കിടയിലും അതുപോലെ യുവതീ യുവാക്കളിലും ഒക്കെ തന്നെ ആശയപരമായ ഒരു ചിന്താഗതി രൂപപ്പെടുകയും പഴയതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയും അവർ കുറേ കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. കാരണം ഇത്രയും നാൾ എങ്ങനെയാണോ പോയത് അങ്ങനെ പോയാലൊന്നും ശരിയാകത്തില്ല എന്നുള്ള ഒരു ചിന്ത. അതിന് ചുറ്റുപാടുമുള്ളവരുടെ ഭാഗത്തു നിന്നും യുവാക്കളുടെയും യുവതികളുടെയും ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഒരു സപ്പോർട്ടും ഇവർക്ക് ലഭിക്കും. കാരണം ഒരു നല്ല ദിശയിലേക്കുള്ള ഒരു മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് ബന്ധുരാശി ആയതുകൊണ്ട്. ഒരു ശത്രുവിൻ്റെ രാശിയിൽ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ കാണുന്ന കാഴ്ചയും ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ കാണുന്ന കാഴ്ചയും നമ്മുടെ അനുഭവങ്ങളും വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ശുക്രൻ്റെ രാശിയിലേക്ക് ബുധൻ മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യതിയാനം.
ചൊവ്വയുടെ രാശിയിൽ നിൽക്കുന്ന ആ ബുധനെ സംബന്ധിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് തെറ്റായ വിവരങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് എന്നവർ സമർത്ഥിക്കും. വേറെ ആരെന്ത് പറഞ്ഞാലും അവരത് അംഗീകരിക്കത്തില്ല. അവരുടെ ഭാഗം ന്യായീകരിക്കുകയും അത് വാശിയോടുകൂടി അത് സമർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ഈ മേടത്തിലെ ബുധൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഉള്ളവർ, അതുപോലെ അതിനു മുമ്പാണെങ്കിൽ ബുധൻ നീചരാശിയിൽ ആയിരുന്നതാരും. അപ്പം നീചരാശിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ചിന്താഗതി, അല്ലെങ്കിൽ ഉദ്ദേശം, ഇതെല്ലാം അതിനകത്ത് സൂചിപ്പിക്കാം. അപ്പം അങ്ങനെ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി തെറ്റായ വിവരങ്ങൾ പറഞ്ഞ് അങ്ങനെയും പല ചാനലും ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു ചാനലും കാശ്മീർ ഭീകരാക്രമണത്തിന് ശേഷം, അതായത് നിരപരാധികളായ പാവപ്പെട്ട ഒരു 10-27 സാധാരണക്കാരെയും ഒന്നും അറിയാത്ത കുറേ ടൂറിസ്റ്റുകളെയും നിഷ്കരുണം കൊന്നൊടുക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ത്യ അതിനൊരു തിരിച്ചടി നൽകി. ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ഡ്രോൺ ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ മണ്ണിൽ ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് നടത്തിയത്. അതിൽ 9 ഭീകര താവളങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. അത്ര ധീരമായ ഒരു നടപടി ഇന്ത്യ നടത്തിയപ്പോൾ അതിനെ വളരെ മോശമായി ചിത്രീകരിക്കാനും ഇന്ത്യയുടെ 3 വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടുവെന്നും ഒരു പൈലറ്റ് മരിച്ചെന്നും അത് പാകിസ്ഥാനിൻ്റെ കസ്റ്റഡിയിലാണെന്നും ഒരാൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടെന്നും ഒക്കെ ആദ്യം ഒരു വീഡിയോ ചെയ്തു. പിന്നെ 5 വിമാനങ്ങൾ തകർത്തു എന്ന് പറഞ്ഞു. മൂന്നാമത്തേതിൽ 7 എണ്ണം തകർത്തു എന്ന് പറഞ്ഞു. അങ്ങനെ സത്യത്തിൻ്റെ യാതൊരു ലേശവും ഇല്ലാതെ. എന്നിട്ട് പുള്ളി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സൈന്യത്തിലെ മേലധികാരികളുമായി ചർച്ച നടത്തി സ്ഥിരീകരിച്ചിട്ടാണ് ഞാനിത് അന്വേഷിച്ച് കണ്ടെത്തിയതാണ്, അല്ലാതെ ഊഹാപോഹമൊന്നുമല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ രാജ്യവിരുദ്ധമായ ഒരു കാര്യം, അല്പം പോലും സത്യമില്ലാത്ത കാര്യം സ്വയം സമർത്ഥിച്ച് അത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യൻ സൈന്യത്തെയും നമ്മുടെ രാജ്യത്തെയും വളരെ മോശമാക്കാൻ ശ്രമിച്ച രാജ്യദ്രോഹപരമായ ഒരു കാര്യം യൂട്യൂബിലൂടെ നടത്തിയ മാത്യു ശാമുവലിൻ്റെ യൂട്യൂബ്, അത് ഇന്ത്യ ഗവൺമെൻറ് പൂട്ടിക്കെട്ടി. അപ്പം ഞാനീ പറഞ്ഞത്, ബുധൻ വാക്കിൻ്റെ, ചിന്തയുടെ, ആശയത്തിൻ്റെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പ്രതിഫലിപ്പിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ഉള്ള ഒരു ഗ്രഹമാണ്. അപ്പം അത് ഓരോ രാശിയിലേക്കും മാറുമ്പോഴും ഓരോ അവസ്ഥയിലേക്ക് തിരിയുമ്പോഴുമൊക്കെ സ്വാഭാവികമായും അതിൻ്റേതായ മാറ്റം ഉണ്ടാകും. എന്നാൽ 30 വർഷത്തെ പാരമ്പര്യമുണ്ട് എന്നൊക്കെ പറയുന്ന ആള് ജേർണലിസത്തിൽ ലോകപ്രസിദ്ധനാണ് എന്നൊക്കെ സ്വയം പുകഴ്ത്തുന്ന ആള് ഇത്തരം കാര്യങ്ങൾ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, ബോധപൂർവം ഇന്ത്യയെ കൊച്ചാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതിൻ്റെ തിരിച്ചടിയാണ് ആ യൂട്യൂബ് ഗവൺമെൻറ് തന്നെ പൂട്ടിക്കെട്ടി. നീ ഉലുത്തണ്ട എന്ന് പറഞ്ഞത്. ഞാനീ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ഗ്രഹങ്ങളുടെയും രാശിമാറ്റത്തിൽ ഉണ്ടാകുന്ന ഓരോ വ്യതിയാനങ്ങളെയും മാറ്റത്തെയും ഒന്ന് ഉദാഹരണ സഹിതം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏപ്രിൽ മെയ് മാസം പലതരത്തിലും ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ആ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏപ്രിൽ മാസത്തിൽ ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങി, ഇപ്പം ഈ മെയ് മാസത്തിൽ അത് കുറേ സ്ട്രോങ് ആയി. ഇനി ജൂൺ മാസം ഇതെല്ലാം കൂടി മാറുന്ന ഒരു മാസമായതുകൊണ്ട് മാറ്റം ഇവിടെ അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിലൂടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത്. മെയ് 23 മുതൽ ബുധൻ ഇടവൻ രാശിയിലേക്ക് മാറും. അത് ബുധനെ സംബന്ധിച്ചിടത്തോളം ബന്ധുരാശിയാണ്. ജൂൺ 6 വരെ മിഥുനൻ രാശിയിൽ കർമ്മസ്ഥാനത്ത് നിൽക്കും. ഇതെല്ലാം ബുധനെ സംബന്ധിച്ച് വളരെ നല്ല കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കാര്യം, അതായത് വരുന്ന കാര്യം. വിദ്യാർത്ഥികൾക്കും ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും തൊഴിൽപരമായി പരിശ്രമിക്കുന്നവർക്കും നല്ല സമയമാണ്. ഈ സമയത്ത് ശനി 7-ൽ നിൽക്കുമ്പോൾ അതിനൊരു മടിയും തടസ്സവും അലസതയും അതുപോലെ വേണ്ടാത്ത പ്രാധാന്യം കാണിക്കാൻ മനസ്സ് തോന്നാത്ത ഒരവസ്ഥയും, അതിനെയാണ് ഈ അലസത എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അതായത് അലസത മാറി കൂടുതൽ ജാഗ്രതയോടെ ശ്രമിച്ചാൽ കർമ്മരംഗത്ത് നിങ്ങൾക്ക് മികച്ച വിജയം ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിച്ചത്. 7ാം ഭാവാധിപനായ വ്യാഴം കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം കൂടിയാണ്. തൊഴിൽപരമായ മാറ്റം വരാനും അത് നല്ല രീതിയിൽ പുരോഗമിക്കാനുമുള്ള ഒരു മാറ്റം, ആ സമയം പാഴാക്കാതെ ബുദ്ധിപരമായി മുന്നോട്ട് പോയാൽ സാമ്പത്തികമായും തൊഴിൽപരമായും ഒക്കെ മെച്ചമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ശനി 7ൽ നിൽക്കുന്നത് ഒരു പക്ഷെ തടസ്സമുണ്ടാക്കാം. ജാതകത്തിൽ ശനി അനുകൂലമല്ലാതെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ശ്രദ്ധിക്കുകയും വേണം. രാഹുകേതുക്കൾ മോശമായി 7ൽ നിന്ന് ഒരു സാഹചര്യം മാറി രാഹു ഇപ്പം 6ാം ഭാവത്തിലും കേതു 12ാം ഭാവത്തിലേക്കുമാണ് വരുന്നത്. പഴയതിൽ നിന്ന് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ഫലമാണ് 7ാം ഭാവത്തിൽ നിന്ന് രാഹു 6ലേക്ക് വരുമ്പോൾ നൽകുന്നത്. എന്നാൽ ആരോഗ്യ സംബന്ധമായിട്ടൊക്കെയുള്ള പ്രശ്നമുള്ളവർ സൂക്ഷിക്കുകയും വേണം. അതുപോലെ പിതൃജനങ്ങൾക്കും സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അത്ര മെച്ചമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. മെയ് അവസാനത്തോടെ ഇതിനെല്ലാം ഒരു മാറ്റം വരാം. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ജൂൺ മാസം വളരെ നല്ല മാസമെന്ന് വേണമെങ്കിൽ പറയാം. കർമാധിപൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. അവിടെ വ്യാഴത്തിൻ്റെ സ്ഥിതി കൂടി വരുന്നു. ചൊവ്വ നീചനാണെങ്കിലും ജൂൺ 7 വരെ 11ൽ സഞ്ചരിക്കുന്നു. അതെല്ലാം ഒരു വിധത്തിൽ നല്ല ഫലം തന്നെ നൽകുന്ന കാര്യങ്ങളാണ്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ഉണ്ടാകും. വിദ്യാഭ്യാസം പുരോഗതി ലഭിക്കും. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, അതുപോലെ ഏതെങ്കിലും വിഷയത്തിൽ റിസർച്ച് നടത്തുന്നവരെ, അങ്ങനെയൊക്കെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്. ഭൂമി സംബന്ധമായ എതിർപ്പുകളോ കേസോ വഴക്കോ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വീട് പണി ആഗ്രഹിച്ചവർക്ക് മെച്ചപ്പെട്ട ഭവനം സാക്ഷാത്കരിക്കാൻ സാധിക്കും. വാഹന ഭാഗ്യവും ഉണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ തുടക്കം മോശമായാലും അത് മാറി മെച്ചമുണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. മെയ് മാസം ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീകളുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ചില ആരോപണങ്ങളൊക്കെ ഉണ്ടാകാം. വൃദ്ധജനങ്ങൾക്ക് നല്ല സമയമാണ്. ശനിയാഴ്ച ദിവസം വഴിപാട് നടത്തുന്നതും നീലാകറുപ്പ് വസ്ത്രം ധരിക്കുന്നതും സ്ത്രീകൾ ഈ നിറത്തിലുള്ള മുത്തുമാല ധരിക്കുന്നതും ശനിദോഷത്തിന് നല്ലതാണ്. അതുപോലെ മറ്റൊരു കാര്യം, കാക്കയ്ക്ക് എള്ളും ചോറും കൊടുക്കുക. ഇച്ചിരി പാലൂടെ ചേർത്ത് വല്ലപ്പോഴുമൊക്കെ കാക്കയ്ക്ക് കൊടുക്കുക. അതുപോലെ റൊട്ടി കൊടുക്കുക. ഈ റൊട്ടി കൊടുക്കുമ്പോൾ വെണ്ണ പുരട്ടി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ എള്ളുണ്ട ദാനം ചെയ്യുക. ഈ ശനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ ഇതെല്ലാം ശനിയുമായി ബന്ധപ്പെട്ട ആ കാരകത്വത്തിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ കുട്ടികൾക്ക് എള്ളുണ്ട കൊടുക്കുക. അതുപോലെ എള്ളിൻ്റെ എണ്ണയും എള്ളും ഉപയോഗിച്ച് കത്തിക്കുക. അതായത് കിഴികെട്ടി നാളികേരത്തിലോ ചിരാതിലോ ഒരു തുണിക്കകത്തിൽ കുറച്ച് എള്ളുകിഴി കെട്ടി എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുന്നത്. അങ്ങനെ കത്തിക്കുമ്പോൾ അത് തീരുന്നത് വരെ ഇരുന്ന് നാമം ജപിക്കുക. ശനിയുടെയോ ശാസ്താവിൻ്റെയോ നാമങ്ങൾ ജപിക്കാം. അഷ്ടോത്തര നാമം ജപിക്കാം, അല്ലെങ്കിൽ സഹസ്രനാമം ജപിക്കാം. നിങ്ങൾക്കറിയാവുന്നതും നിങ്ങൾക്ക് പറ്റുന്നതുമായ നാമങ്ങൾ ഒക്കെ ജപിക്കുക. അതുപോലെ നീലപുഷ്പങ്ങൾ, ഈ ശംഖുപുഷ്പമോ അതുപോലെയൊക്കെയുള്ള ഏതെങ്കിലും പുഷ്പങ്ങളുണ്ടെന്ന് വരികയും അത്തരം പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നതും അതുപോലെ ശനിക്ഷേത്രത്തിൽ പൂജയ്ക്ക് കൊടുക്കുന്നതും നീരാജനം നടത്തുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ്. അതുപോലെ ഇരുമ്പ് കൊണ്ട് ഒരു വിളക്കുണ്ട്, കാക്കവിളക്ക് എന്ന സാധനം പറയുന്നത്, സ്റ്റാൻഡിലൊക്കെ ഉറപ്പിക്കുന്നതും അതുപോലെ തടിയിലൊക്കെ ഇങ്ങനെ ഉറപ്പിച്ച് കത്തിക്കുന്ന, അമ്പലത്തിന് ചുറ്റുമൊക്കെ കത്തിക്കുമല്ലോ, അത്തരത്തിലുള്ള കാക്കവിളക്ക് ഇരുമ്പുകൊണ്ടുള്ളത് പണിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ച് എള്ളെണ്ണ ഒഴിച്ച് കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഇതെല്ലാം, ഈ പറഞ്ഞതെല്ലാം ശനിദോഷത്തെ സംബന്ധിച്ചിടത്തോളം പരിഹാരമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പം ശനി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പം 7ാം ഭാവം മാർഗസ്ഥാനമാണ്. അത് കണ്ടകശനി എന്ന് മാത്രം ഉദ്ദേശിക്കുന്നില്ല, മാർഗസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ തടസ്സം, ഏത് കാര്യത്തിലും അലംഭാവം, അലസത, തടസ്സം, ഉത്തരവാദിത്വമില്ലായ്മ, ഇങ്ങനെയെല്ലാം പറയാം. അപ്പം അത്തരത്തിൽ, അതുപോലെ സ്ത്രീഗ്രഹമായ ശുക്രൻ ഉച്ചരാശിയിലാണ്, അതിനോടൊപ്പം ചേർന്നാണ് നിൽക്കുന്നത്. അപ്പം മെയ് മാസം എന്ന് പറയുന്നത് ശുക്രൻ മീനൻ രാശിയിൽ തന്നെ സഞ്ചരിക്കുന്ന സമയം. അപ്പം ശുക്രനും ശനിയും കൂടെ ചേരുക എന്ന് പറയുമ്പോൾ സ്ത്രീ വിഷയത്തിൽ പേരുദോഷം കിട്ടാം.
അതുപോലെ പങ്കാളികൾ തമ്മിൽ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം വരാം, കുറ്റപ്പെടുത്താം. ഇതെല്ലാം സംഭവിക്കാം എന്നുള്ളത് കൊണ്ടും നല്ല കുറേ അനുഭവങ്ങളും നല്ല കുറേ ഗ്രഹങ്ങളുടെ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ശനിയെപ്പോലുള്ള ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് 7ാം ഭാവത്തിലെ രാഹു വളരെ മോശമായിരുന്നു, അത് 6ാം ഭാവത്തിലേക്ക് മാറുക. അപ്പോൾ ഒരർത്ഥത്തിൽ ദോഷം കുറയുമെങ്കിലും ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ പ്രശ്നമുള്ളവർ, അലർജി അതുമായിട്ടൊക്കെ ബന്ധമുള്ളവരെ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ 7ലെ ശനി പലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കും. അതിനെ മറികടക്കാനുള്ള കാര്യമാണ് ശനിദോഷ പരിഹാരമായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ദോഷത്തെ കുറയും. അതുപോലെ 7ാം ഭാവം എന്ന് പറയുന്നത് കളത്രസ്ഥാനമാണ്, വിവാഹസ്ഥാനമാണ്. ഇപ്പോൾ വിവാഹ സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിൽ ആലോചന നടന്നാലും 7ൽ ശനി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് താമസമോ തടസ്സമോ ഒക്കെ വരാം, അല്ലെങ്കിൽ നീണ്ടു പോകാം. പ്രത്യേകിച്ച് ജാതകത്തിൽ ശനി അനുകൂലമല്ലാതെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വഴിപാടുകളോ അതുപോലെ ഈ പ്രാർത്ഥനയുമൊക്കെ അത്യാവശ്യ കാര്യം തന്നെയാണ്. അപ്പം ഇടവമാസം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര മോശപ്പെട്ട ഒരു മാസമൊന്നുമല്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ ഇതുപോലെയുള്ള ചില മോശപ്പെട്ട ഗ്രഹങ്ങളുടെ സ്ഥിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.